ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ വിക്രത്തിനെയും വേദേനെയും അനിയൻകുട്ടിനെയും കൂട്ടിക്കൊണ്ട് ഒരു മരത്തിൽ കെട്ടിയിരിക്കുകയാണ് ശ്രീകാന്ത് കേട്ടോ. എന്നിട്ട് വേദയെടുത്ത് പറയണ്ട്, എന്റെ അനിയത്തിയാ നീ, എന്റെ പുന്നാരനിയത്തി, അതുകൊണ്ട് നിന്നോട് മാന്യ മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നീ ഇതിൽ സൈൻ ചെയ്ത് തരണം. ദേ സ്വത്തുക്കളല്ല നിന്റെ, അതായത് നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആളും അയാളുടെ അച്ഛനും കൂടി ചേർന്ന് നിന്റെ പേരിൽ അങ്ങോട്ട് എഴുതി വെച്ചു. അതങ്ങനെ ശരിയാവില്ലല്ലോ. ഇപ്പൊ നിന്റെ പേരിൽ ഈ സ്വത്ത് എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഭാവിയില് നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ സ്വത്തുക്കൾ ആ കുഞ്ഞിന് പോകും. അത് ഇവന്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഇവനും ഇവന്റെ വീട്ടുകാരും കോടീശ്വരന്മാരാവാൻ പോവല്ലേ. അതുകൊണ്ട് അങ്ങനെ എവിടെന്നോ കിടക്കുന്ന ആൾക്കാർക്ക് കോടീശ്വരനാവാനേ ഈ ശ്രീകാന്ത് സമ്മതിക്കില്ല. സ്വത്തിലെ എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് മര്യാദക്ക് ഒപ്പിട്ട് താടി എന്ന് പറയാണ്. അപ്പോ വേദം ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഗുണ്ടകൾ പറയണ്ട്, ദേ വിക്രത്തിന്റെ കയ്യും കാലും തല്ലി ഒടിക്കേ, ഇവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ വിക്രമാണല്ലോ, അവനെ നൊന്താലേ ഇവൾക്ക് വേദനിക്കും, അതുകൊണ്ട് അവനെ കയ്യും കാലും ചവിട്ടിക്കൂട്ട് എന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിനെ ഒരുപാട് അടിക്കുന്നുണ്ട്, ആനയും കൂട്ടിനെ അടിക്കുകയാണ്. അത് കണ്ട് മതിയായിട്ട് വേദ പറയണ്ട്, മതി നിർത്ത്, ഞാൻ ഒപ്പിട്ട് തരാം, ഞാൻ എവിടെ വേണമെങ്കിൽ ഒപ്പിട്ട് തരാം, എനിക്ക് നിങ്ങളുടെ സ്വത്തോ പണവോ ഒന്നും വേണ്ട, എനിക്ക് ഞങ്ങൾക്ക് മര്യാദക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ മാത്രം ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി, സ്വത്തുക്കളും പണം ഒന്നും എനിക്ക് വേണ്ട എന്ന് വേദ പറയാണ്. ഗുഡ് ഗേൾ, ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയണ്ട്, വേദ വേണ്ട, നീ ഒപ്പിട്ട് കൊടുക്കല്ലേ വേദ, നീ ഒപ്പിട്ട് കൊടുത്താലും നിന്നെയും എന്നെയൊക്കെ ഇയാൾ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും, അതുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കണ്ട വേദ എന്ന് വിക്രം പറയാണ്. വേദ പറയണ്ട്, ഒപ്പിട്ട് കൊടുക്കാം വിക്രം, എനിക്ക് വിക്രത്തിന്റെ തല്ലിക്കൂട്ടനെ എനിക്ക് കാണാൻ വയ്യ വിക്രം എന്നൊക്കെ വേദ പറയാണ്. അങ്ങനെ വേദനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രീകാന്ത് പോവാണ്. വേദ ഒപ്പിടാൻ പോകുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ സേതു വരുന്നത് കേട്ടോ. സേതു വന്നിട്ട് വേദ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ മാറ്റിക്കളയാണ്. എന്നിട്ട് വേദയുടെയും വിക്രത്തിന്റെ അനിയൻകുട്ടിനെ കെട്ടഴിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഗുണ്ടകായിട്ട് ഭയങ്കര അടിയാട്ടോ. നമ്മുടെ സേതുവും അതുപോലെ തന്നെ വിക്രവും കൂടി ചേർന്നിട്ട് അനിയൻകുട്ടൻ മാറി നിൽക്കാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിലാണ് വിക്രത്തിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് ഗുണ്ടകൾ എല്ലാരും കൂടി പൊതിഞ്ഞു പിടിക്കാനായിട്ട് വിക്രത്തിനെ പിടിച്ച് തള്ളുവാട്ടോ. വിക്രത്തിനെ പിടിച്ച് തള്ളണത് ഒരു കൊക്കയിലേക്കാണ് വിക്രത്തിനെ പിടിച്ച് തള്ളണത്. പക്ഷെ വിക്രം കൊക്കയില് വീണില്ല എന്ന് പറഞ്ഞ മട്ടിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാട്ടോ. അപ്പോ സേതു രക്ഷിക്കാൻ വേണ്ടി ഓടി പോകുമ്പോഴേക്കും സേതുവിനെ പിടിക്കാണ് ഗുണ്ടകൾ എല്ലാരും കൂടി. സേതുവിനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അനിയൻകുട്ടാണെങ്കിൽ പൊട്ടിക്കരയാട്ടോ. വിക്രം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേക്കും ശ്രീകാന്ത്, ആഹാ കൊള്ളാം, വിക്രത്തിന്റെ മനസ്സ് വേദനിക്കണം, അതിന്റെ കൂടെ വേദയും പൊട്ടിക്കരയണം, ഇവരൊക്കെ ഇപ്പൊ തനിക്കെന്താ അത് പറഞ്ഞിട്ട് ആ ഒരു തോക്ക് അമ്മായപ്പന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. അമ്മായപ്പൻ ആ തോക്ക് എടുത്തിട്ട് നമ്മുടെ അനിയൻകുട്ടനെ നേരെ വെടി വെക്കുവാട്ടോ. അനിയൻകുട്ടനെ ഒരൊറ്റ വെടി നെഞ്ചത്തേക്ക്. അനിയൻകുട്ടനെ അപ്പൊ തന്നെ ജീവന് വേണ്ടി പെടഞ്ഞ് അവിടെ നിന്ന് മരിക്കുവാട്ടോ. അത് കാണുമ്പോഴേക്കും വിക്രം അനിയൻകുട്ട എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ കൊക്കയിലേക്ക് ഇങ്ങനെ വീഴാൻ പോണ സെറ്റപ്പിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. പെട്ടെന്ന് അനിയൻകുട്ടനെ വെടി കൊണ്ട് അനിയൻകുട്ടൻ മരിച്ചു കിടക്കണ കാണുന്നത് വേദക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേദയും അവിടെ തല കറങ്ങി വീഴാട്ടോ. തല കറങ്ങി വീണ വേദനെ പൊക്കി വണ്ടിയിലേക്ക് കേറ്റടാ എന്ന് ശ്രീകാന്ത് ഗുണ്ടകൾക്ക് പറയണ്ട്. ആ സമയത്ത് സേതു ചേർന്നിട്ട് ആ ഗുണ്ടകളൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് വേദനയാണെങ്കിൽ വേദന എങ്ങനെയെങ്കിലൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വേദന അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ട് പോവുകയാണ്. ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ കുറെ പോലീസുകാരും കാര്യങ്ങളൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ശേഷം അവര് നമ്മുടെ വിക്രത്തിനെ രക്ഷിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അനിയൻകുട്ടന്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് എത്തിക്കണമുണ്ട്. വേദന സേതുവാണ് അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അതുകൊണ്ട് വേദ എവിടെയാന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ വിക്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കമല വരുന്നുണ്ട്, എന്തിനാ വേദയുടെ അച്ഛൻ വരെ, ജഡ്ജി വരെ വരുന്നുണ്ട്. പിന്നെ ചേട്ടന്മാര് വരുന്നുണ്ട്, ഏട്ടത്തിമാര് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ വേദ മാത്രം അവിടെ ഇല്ല. വേദയ്ക്ക് എന്ത് സംഭവിച്ചു, വേദ എവിടെ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. പക്ഷെ വേദ അവിടെ തന്നെ ഒരു മൂലക്കിലിട്ടു. പക്ഷെ വേദ കാരണം ഇനി വിക്രത്തിന് വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടി മാത്രം വേദ മാറി നിൽക്കാണ്. അങ്ങനെ വേദ ആ ഒരു സത്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്, താൻ ഗർഭിണിയാണല്ലോ സത്യം. ഈ സമയത്ത് മറ്റുള്ളത് ആ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് ആർക്കും സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അനിയൻകുട്ടൻ മരിച്ചു, അതുപോലെ തന്നെ വിക്രം ജയിലിലേക്ക് പോവാണ്. ഇനി വീട്ടുകാരൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, താൻ പഠിച്ച് നേടിയൊരു തൊഴിലുണ്ടല്ലോ, അതെ വക്കീൽ പണി, ആ വക്കീൽ പണി താൻ തുടരണം, തന്റെ കുഞ്ഞിനെ തനിക്ക് നോക്കണം എന്നൊരു പ്രതിജ്ഞ പോലെ വേദ എടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.